ഡ്യൂമസിന് ജോലി കിട്ടി. പിന്നീട് 1824 അദ്ദേഹത്തിന് ഒരു തയ്യൽക്കാരിയായ സ്ത്രീയിൽ ഒരു മകനുണ്ടായി. ഡ്യൂമസും ആ സ്ത്രീയും വിവാഹിതരായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡ്യൂമസ് മകനെ അംഗീകരിച്ചത്. പിൽക്കാലത്ത് ആ മകൻ അച്ഛനെ പോലെ തന്നെ ഒരു പ്രശസ്തനായ നാടകകൃത്തും നോവലിസ്റ്റുമായി മാറി. അലക്സാണ്ടർ ഡ്യൂമസ് ജൂനിയർ എന്നാണ് പേര്. എന്നാൽ ആ മകൻ അറിയപ്പെട്ടിരുന്നത് ഡ്യൂമ ഫീൽഡ്സ് എന്നാണ്. ഡ്യൂക്കിന് കീഴിൽ ജോലി നേടിയ അലക്സാണ്ടർ ഡ്യൂമസ് നാടകത്തിലൂടെയാണ് സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിരവധി നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ മിക്കതും വിജയം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദി ടവർ ഓഫ് നെസ്ലെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായി കരുതപ്പെടുന്നത്. നാടകത്തിന് പുറമെ നോവലും ചെറുകഥയും അദ്ദേഹം എഴുതിയിരുന്നു. 1843 ആയപ്പോഴേക്കും 15 നാടകങ്ങൾ എഴുതി കഴിഞ്ഞിരുന്നു. പക്ഷേ ചരിത്ര നോവലുകളാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കുകയും സമ്പന്നനാക്കുകയും ചെയ്തത്. 1844 ആണ് പ്രശസ്തമായ ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ പുറത്തിറങ്ങിയത്. ഡിസംബർ 5, 1870 തന്റെ 68-ാം വയസ്സിൽ ഫ്രാൻസിലെ പയസ് എന്ന സ്ഥലത്ത് വെച്ച്